ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്ന് നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് 152 റൺസ് നേടിയപ്പോൾ വെറും 16.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ്. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിന്റെയും ഈ ഒരു സീസണിൽ ആദ്യ മത്സരം കളിക്കുന്ന വാഷിംഗ്ടൺ സുന്ദറിന്റെയും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് അവർ ഈ മത്സരം ജയിച്ചിരിക്കുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴും ഹൈദരാബാദിൽ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു പിച്ച് ആയിരുന്നില്ല ഇന്ന്. വളരെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ട്രാക്കാണ് ഇന്ന് ക്യൂറേറ്റർ ഒരുക്കിയത്. സാധാരണ ഹൈദരാബാദിലെ പിച്ച് എന്ന് പറയുന്നത് 280 റൺസ്, 270 റൺസ്, 250 മുകളിൽ പലപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുന്ന പിച്ചുകളാണ് ഒരുക്കാറുള്ളത്. എന്നാൽ അവിടെ പിച്ച് നമ്പർ 4 എന്ന് പറയുന്ന ഒരു പിച്ച് ഉണ്ട്, അതായത് 4ാം നമ്പർ പിച്ച്. ആ പിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചാണ്. 2023 ഇതേ പിച്ചിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് അന്ന് 144 റൺസ് നേടുകയും സൺറൈസേഴ്സ് ഹൈദരാബാദ് ആ 144 റൺസ് നേടാനാകാതെ പരാജയം സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പിച്ച് എന്ന് പറയുന്നത് നല്ല ഒരു സ്ലോ ആയിട്ടുള്ള ട്രാക്കാണ്. എന്നിട്ടും ഹൈദരാബാദിന്റെ സ്ട്രാറ്റജിയിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ്. 2 മാറ്റങ്ങളാണ് ഇരു ടീമുകളിലും ഉണ്ടായിരുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ടീമിലേക്ക് വരുമ്പോൾ ഹർഷൽ പട്ടേലിന് പകരമായിട്ട് ജയദേവ് ഉനദ്കട്ടിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിൽ അർഷദ് ഖാൻ എന്ന് പറയുന്ന മീഡിയം പേസ് ഓൾറൗണ്ടർക്ക് പകരമായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ അവരും ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ ബോൾ ചെയ്യിപ്പിക്കുകയും ഇതൊരു സ്ലോ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്പിൻ ബോളിംഗ് ഓപ്ഷൻ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലായിരിക്കും അവർ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് കരുതിയത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഓവർ പോലും ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ബാറ്റ് കൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇനീഷ്യലി തന്നെ അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുകയായിരുന്നു. അതായത് ഹൈദരാബാദിന്റെ തന്നെ സ്വന്തം താരമായിട്ടുള്ള മുഹമ്മദ് സിറാജ്, അദ്ദേഹം ഹൈദരാബാദിൽ ജനിച്ചു വളർന്ന താരമാണ്, പക്ഷേ കളിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഇനീഷ്യലി ഉള്ള ഒരു മികച്ച ബൗളിംഗ് പ്രകടനത്തിൽ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ കൂടാരം കയറി എന്നുള്ളതാണ്. ട്രാവിസ് ഹെഡിനെയും അഭിഷേക് ശർമ്മയും ഇനീഷ്യലി പവർ പ്ലേയിൽ തന്നെ പുറത്താക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറിച്ച് ക്ലാസനും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാലും 6 ഓവർ പിന്നിടുമ്പോൾ, അതായത് പവർ പ്ലേ പിന്നിടുന്ന സമയത്ത് 45 റൺസിന് 2 വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു അവർ. അതിനുശേഷമാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് പിന്നീട് ഈ 2 പേരും ഔട്ടാവുകയും ചെയ്തു. അതായത് ഹെൻറിച്ച് ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും. ഈ 2 പേരുടെയും വിക്കറ്റ് നേടിയത് ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സായ് കിഷോറാണ്. അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആം സ്പിൻ നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 4 ഓവറിൽ 24 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് വളരെ നല്ല ഒരു സപ്പോർട്ട് നൽകാനായിട്ട് പ്രസിദ്ധ് കൃഷ്ണയ്ക്കും സാധിച്ചിട്ടുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയും കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹം 4 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റ് അദ്ദേഹവും നേടി. പക്ഷേ ഏറ്റവും മികച്ചു നിന്ന ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത് മുഹമ്മദ് സിറാജിൻ്റെതായിരുന്നു. 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് തന്റെ ഹോം ഗ്രൗണ്ടിൽ അദ്ദേഹം 4 വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിലും ഇതുപോലെ തന്നെ ഒരു മികച്ച ബോളിംഗ് പ്രകടനത്തിലൂടെ 4 വിക്കറ്റ് കരസ്ഥമാക്കാനായിട്ട് മുഹമ്മദ് സിറാജിന് കഴിയുകയും ചെയ്തിരുന്നു. ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ നിരാശപ്പെടുത്തിയ ഒരേ ഒരു ബൗളർ എന്ന് പറയുന്നത് ഇഷാന്ത് ശർമ്മയാണ്. അദ്ദേഹത്തിന്റെ 4 ഓവറിൽ 50-ൽ കൂടുതൽ റൺസ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റർമാർ നേടി എന്നുള്ളതാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റർമാരിൽ ആർക്കും തന്നെ എടുത്തു പറയാനുള്ള വലിയ പെർഫോമൻസുകൾ ഒന്നും തന്നെയില്ല. നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറിച്ച് ക്ലാസനും ഒരു 30 റൺസിൽ കൂടുതൽ നേടി. അതിനുശേഷം അവരുടെ ലാസ്റ്റ് സ്റ്റേജിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസിന്റെ ബാറ്റിൽ നിന്ന് ഒരു 20-ൽ കൂടുതൽ റൺസ് വന്നതുകൊണ്ടാണ് 152 എന്ന് പറയുന്ന ഒരു നിലയിലേക്കെങ്കിലും എത്താനായിട്ട് അവർക്ക് സാധിച്ചത് എന്നുള്ളതാണ്. പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിയിൽ ഒരുപാട് പരാജയമായി പോയി സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു പിച്ചാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ അവർക്ക് ഒരു സ്പിന്നറിനെ ഇമ്പാക്റ്റ് ആയിട്ട് ഇറക്കാനോ അല്ലെങ്കിൽ ഒരു സ്പിന്നറിനെ എക്സ്ട്രാ ആയിട്ട് ടീമിലേക്ക് കൊണ്ടുവരുവാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരേ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് സ്പിന്നറെ വെച്ചിട്ടാണ് അവർ കളിച്ചത്. അത് ശീഷൻ അൻസാരിയാണ്. മറ്റുള്ള സ്പിന്നർമാരെല്ലാവരും തന്നെ ഒരു പാർട്ട് ടൈം സ്പിന്നേഴ്സ് ആണെന്ന് നമുക്കറിയാം. അതായത് അഭിഷേക് ശർമ്മ ആയിക്കോട്ടെ, കാമന്തു മെൻഡിസ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഒരു പാർട്ട് ടൈം ബൗളേഴ്സ് ആണ്. ഒരു ജെന്യൂൻ ആയിട്ടുള്ള വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്പിന്നർ കൂടെ ടീമിൽ ഉണ്ടാവണമെന്നുള്ള നിർബന്ധമായിരുന്നു. എന്തുകൊണ്ടാണ് എന്നറിയില്ല, അവർ ആദം സാംബയെ ഈ മത്സരത്തിലും ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. കാമന്തു മെൻഡിസിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ആദം സാംബയെ ആദ്യം തന്നെ ടീമിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരു പിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിനുള്ള ഒരു ഡിസിഷൻ അവർ എടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന പ്രധാനപ്പെട്ട പാളിച്ചകൾ അത് തന്നെയായിരുന്നു. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ
ബാറ്റ്സ്മാനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമി നല്ലപോലെ ബൗൾ ചെയ്തു. അദ്ദേഹം 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ നേടുകയും ചെയ്തു. പാറ്റ് കമ്മിൻസും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന ബൗളർമാരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പവർ പ്ലേയിലെ അവസാനത്തെ ഓവറിൽ സിമർജിത് സിംഗ് 20 റൺസാണ് വഴങ്ങിയത്. വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തിന്റെ ഓവറിൽ 20 റൺസാണ് നേടിയത്. അദ്ദേഹത്തിനെയാണ് ഇമ്പാക്ട് സബ് ആയിട്ട് അവർ ടീമിലേക്ക് കൊണ്ടുവന്നത്. അതിന് പകരമായിട്ട് ഒരു സ്പിന്നറിനെ, ആരെങ്കിലും ഒരു നല്ല സ്പിന്നറിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഈവൻ അഭിഷേക് ശർമ്മയുടെ ഒരു ഓവറിൽ, അതുപോലെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ റുദർഫോർഡ് 18 റൺസ് നേടുകയും ചെയ്തു. ഈ പാർട്ട് ടൈം സ്പിന്നേഴ്സിനെ വെച്ച് മത്സരം ജയിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല, എസ്പെഷ്യലി ഇതുപോലെ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ കളിക്കുന്ന സമയത്ത്. ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവർക്ക് ആദ്യം തന്നെ അവരുടെ ഇൻഫോം ആയിട്ടുള്ള 2 ബാറ്റർമാരെ നഷ്ടപ്പെട്ടു. ആദ്യം തന്നെ അവർക്ക് സായി സുദർശനെ നഷ്ടപ്പെട്ടു. പിന്നീട് ജോസ് ബട്ട്ലറിനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു ബോളിൽ പാറ്റ് കമ്മിൻസും ഔട്ടാക്കി. ഓപ്പണിംഗ് സ്ലോട്ടിൽ ബാറ്റ് ചെയ്യാൻ വന്ന ശുഭ്മാൻ ഗില്ലും 2 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്ന വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുള്ളൊരു പാർട്ട്ണർഷിപ്പാണ് അവരെ ഈ മത്സരത്തിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിച്ചെന്നുള്ളതാണ്. വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ച് ആണെങ്കിൽ പോലും വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ബൗൾ ചെയ്യിപ്പിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിനെ പുറത്തിരുത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു മത്സരത്തിലാണ് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദിലും അദ്ദേഹത്തിന് പുറത്തിരിക്കാനായിരുന്നു വിധി. ഒരുപാട് മത്സരങ്ങളിൽ അദ്ദേഹത്തിനെ പുറത്തിരുത്തിയിരുന്നു. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ടീം വരുന്ന സമയത്ത് അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട T20 പ്ലെയർ ആയിട്ടൊക്കെ ഇന്ത്യൻ ടീമിൽ യൂസ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിനെ ബാറ്ററായിട്ടും ബൗളറായിട്ടും ഒക്കെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ, അതായത് ഇത്രയും 10 ടീമുകളുണ്ട്, ഈ 10 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമിൽ കളിക്കാനുള്ള ക്വാളിറ്റി വാഷിംഗ്ടൺ സുന്ദറിന് ഇല്ലേ എന്നുള്ളൊരു സംശയം മനസ്സിൽ അവശേഷിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അദ്ദേഹത്തിന് ഒട്ടും തന്നെ യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസും ഈ ആദ്യം നടന്ന മത്സരങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന് യൂസ് ചെയ്തില്ല. കിട്ടിയ അവസരം എപ്പോഴും നന്നായിട്ട് മുതലാക്കാൻ കഴിയുന്ന ഒരു താരമാണ് വാഷിംഗ്ടൺ സുന്ദർ. നമ്മൾ കണ്ടാണ് ടെസ്റ്റ് പരമ്പരയിൽ ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഇത്രയും സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ചിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ആ പ്രധാനപ്പെട്ട 2 ബാറ്റർമാർ ഔട്ടായിട്ട് അദ്ദേഹം വന്ന് ബാറ്റ് ചെയ്തപ്പോൾ അതൊരു കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള വിക്കറ്റ് ആണ് എന്നുള്ളൊരു ഫീല് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയത്. അത് ആ ഒരു ബാറ്റിങ്ങിന്റെ പിൻബലത്തിലാണ് ശുഭ്മാൻ ഗില്ലിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. 29 ബോളിൽ 49 റൺസ് നേടിയാണ് വാഷിംഗ്ടൺ സുന്ദർ പുറത്തായത്. ശുഭ്മാൻ ഗിൽ ആവട്ടെ 60ഓളം റൺസ് നേടി പുറത്താവാതെ നിൽക്കുകയും ചെയ്തു. അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റുദർഫോർഡിന്റെ ഒരു നല്ല പ്രകടനം. അദ്ദേഹം 30ൽ കൂടുതൽ റൺസ് നേടി. 15ഓളം ബോളുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചത്. അഭിഷേക് ശർമ്മയുടെ ഒരു ഓവറിൽ ഇട്ടുകൊടുത്ത് അടുപ്പിക്കുന്ന പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ആയിട്ട് ഒരു നല്ല സ്പിന്നറും കൂടെ ആ ടീമിൽ ഉണ്ടാവണമായിരുന്നു എന്നുള്ളത്. ഒരു ഫാസ്റ്റ് ബോളറിനെ അല്ല ആ ഒരു ടീമിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത്. ആ ഫാസ്റ്റ് ബോളറിനെ കൊണ്ടുവന്നിട്ട് ഇമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഓവർ മാത്രമാണ് ബൗൾ ചെയ്യിക്കാനായിട്ട് സാധിച്ചത്. അത് പവർ പ്ലേയിലെ അവസാനത്തെ ഓവർ. 5 ഓവർ കഴിയുമ്പോൾ 28 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. 6ാമത്തെ ഓവർ പിന്നിടുമ്പോൾ 20 റൺസ് ആ ഓവറിൽ നേടി 48-ന് 2 എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു. അവിടെയൊക്കെയാണ് ഈ മത്സരം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പാർട്ട് ടൈം ബൗളേഴ്സിനെ വെച്ചിട്ട് മത്സരം ജയിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതുമുണ്ട്. ഹർഷൽ പട്ടേലിന്റെ ഒരു വിടവ് ഇന്ന് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇതുപോലെയുള്ള ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ നല്ലപോലെ സ്ലോവർ എറിയാൻ പറ്റുന്ന ഒരു ബൗളറാണ് അദ്ദേഹം. ഏതായാലും ഇരു ടീമുകളുടെയും ഒരു പൊസിഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 5 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അവരിപ്പോഴും പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 4 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരു മത്സരത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം കളിച്ച 4 മത്സരങ്ങളിൽ 3ഉം വിജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു. നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.